നാരായണായ ഹോം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 42 ശകടാസുരവധം. ശ്ലോകം 1. കഥാഭിജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുരാः മഹാനസസ്ത്വാം സവിതേ നിദായ സാ മഹാനസാദൗ വപ്രദേ വ്രജേശ്വരീ. പദം കഥാഭി ജന്മ ഋക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിത ജ്ഞാതി വധൂ മഹീസുരാः മഹാനസഃ ത്വാം സവിതേ നിധായ സാ മഹാനസ ആദൗ വവ്രതേ വ്രജേശ്വരി. അർത്ഥം: ഹേ പ്രഭു, ഒരിക്കൽ അങ്ങയുടെ ജന്മദിനത്തിൽ തന്നാൽ ക്ഷണിക്കപ്പെട്ട ബന്ധുക്കളെയും ബ്രാഹ്മണരെയും പരിചരിക്കുന്നതിൽ തിടുക്കപ്പെട്ട നന്ദപത്നി അങ്ങേ അരികിലുണ്ടായിരുന്ന ഒരു ശകടത്തിന് സമീപം കിടത്തുകയും ആപത്ഭയം കൂടാതെ പാചക കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. ശ്ലോകം 2. തതോഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഃ വിമിശ്രമസ്രാ വിഭവത് സമീപത പരിസ്ഫുടദ്ദാരുചടച്ചടാരവഃ. പദം തത ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുല ആരവൈഃ വിമിശ്രം അസ്രാവി ഭവത് സമീപതഃ പരിസ്ഫുടത് ദാരു ചടച്ചട ആരവഃ. അർത്ഥം: അനന്തരം ഭവാന്റെ രക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട കുട്ടികളുടെ ഭയപ്പെട്ടുള്ള നിലവിളിയോട് കലർന്ന് അങ്ങയുടെ അരികിൽ മരം പൊട്ടി വീഴുന്ന ചടചടാനാദവും കേൾക്കപ്പെട്ടു. ശ്ലോകം 3. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പ്യുവക്ഷോജഭരാവ്രജാംഗനാഃ ഭവന്തമന്തർദൃശു സമന്തത വിനിഷ്പദാരുണദാരുമധ്യകം. പദം തതഃ തത് ആകർണന സംഭ്രമ ശ്രമ പ്രകമ്പി വക്ഷോജഭരാഃ വ്രജ അങ്കന ഭവന്തം അന്ത ദദൃശു സമന്തതഃ വിനിഷ്പദത് ദാരുണ ദാരു മധ്യകം. അർത്ഥം: അത് കേട്ട് പരിഭ്രാന്തികളായി തീർന്ന ഗോപവനിതകൾ തുളുമ്പുന്ന വക്ഷോജങ്ങളോടെ ഓടി വരികയും പിഴുതു വീണ മരങ്ങൾക്കിടയിൽ സസുഖം ശയിക്കുന്ന അങ്ങയെ കാണുകയും ചെയ്തു. ശ്ലോകം 4. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രതാപ്യ നന്ദ പശുപാച്ച ഭൂസുരാഃ ഭവന്തമാലോകേ ശോധയാധൃതം സമാശു സന്യശ്രുജലാദ്രലോചനാഃ. പദം ശിശോ അഹോ കിം കിം അഭൂത് ഇതി ദ്രുതം പ്രധാവ്യ നന്ദഃ പശുപാഃ ച ഭൂസുരാഃ ഭവന്തം ആലോക്യ യശോദയാ ധൃതം സമാശ്വസൻ അശ്രു ജല ആർദ്രലോചനാഃ. അർത്ഥം: ശിശുവിന് എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുമെന്ന് ശങ്കിച്ച ദ്രുതഗതിയിൽ ഓടിയെത്തിയ നന്ദഗോപനും മറ്റു ഗോപജനങ്ങളും ബ്രാഹ്മണരും യാതൊരാപത്തും കൂടാതെ യശോദയോടുകൂടെ സ്ഥിതി ചെയ്യുന്ന അങ്ങയെ കണ്ടപ്പോൾ അവരുടെ ആർദ്രലോചനങ്ങളിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ബാഷ്പകണങ്ങൾ ഇറ്റുവീണു. ശ്ലോകം 5. കസ്കോനു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം മേച്ചകടം വിബാഡിതം ന കാരണം കിഞ്ചിത് ഹേതിതേ സ്ഥിതാ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാഃ. പദം കഹ ക നു കൗതസ്കുതഃ ഏഷ വിസ്മയഃ വിശങ്കടം യത് ശകടം വിബാഡിതം ന കാരണം കിഞ്ചിത് ഇഹ ഇതി തേ സ്ഥിതാഃ സ്വനാസികാ ദത്തകരാഃ ത്വത് ഈക്ഷകാഃ. അർത്ഥം: അനക്കമറ്റിരിക്കുന്ന ഈ വലിയ ശകടം ഇത്ര വേഗത്തിൽ പൊട്ടിത്തകർന്നതെങ്ങനെ? ഇതിനൊരു കാരണവും കാണുന്നില്ല. ഇത് വിസ്മയനീയമായിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് അവർ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് നിന്നു.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.